പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി ഉടൻ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നമില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരുന്നു. മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള റിപ്പോർട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഏതു സമയത്തും ഇനി വിധിയെത്താം? മാധു, അല്പസമയത്തിനുള്ളിൽ തന്നെ കേരളം കാത്തിരിക്കുന്ന വിധിയുണ്ടാകും. അത് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലാണ്. ഏകപ്രതി ചെന്താമരയുടെ ശിക്ഷ എന്ത് എന്ന് അല്പസമയത്തിനുള്ളിൽ അറിയാം. നമ്മുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ കോടതിക്കുള്ളിൽ നിന്ന് ആണ് ഇതിന്റെ വിവരങ്ങൾ തത്സമയം നമുക്ക് നൽകുന്നത്. ഇപ്പോൾ കോടതി ഇതിന്റെ വിധി പ്രസ്താവം ആരംഭിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഈ അന്തിമമായ ഒരു വിധി എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇതിന് തൊട്ടു മുൻപ് വാദം കേട്ട കാര്യങ്ങളിലാണ് കോടതി ശിക്ഷയിന്മേൽ എന്ത് ശിക്ഷ നൽകണമെന്നതിൽ വാദം കേട്ട കാര്യങ്ങളിലാണ് കോടതി അതിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ ശിക്ഷ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ദിവസം കോടതി ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ദിവസം അന്ന് ചെന്താമര പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കോടതി അതിന്റെ വിധിന്യായത്തിൽ കൂടി ഉദ്ധരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് നേരെ വന്നാൽ അവരുടെ ജീവനും പോകും, ഞാൻ ഗാന്ധിയല്ല, അവനവന് വന്നാലേ അറിയൂ എന്ന പ്രതിയുടെ എല്ലാ പ്രതികരണങ്ങളും കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷാവിധി എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നേരത്തെ ജില്ലാ നിയമസഹായ വേദി DLSAയോട്, ജില്ലാ നിയമസേവന അതോറിറ്റിയോട് ഈ പ്രതിക്ക് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വാദം നടന്നിരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം കൂടി, അത് എന്താണ് പറഞ്ഞത് എന്ന കാര്യവും കൂടി കോടതി വായിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നേരത്തെ ഈ കുറ്റകൃത്യം നടന്നത് കേരളം ഞെട്ടിയ കൊലപാതകമായിരുന്നു. 2025 ജനുവരി 27 പ്രതിയായ ചെന്താമര അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരൻ 56 വയസ്സ്, അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി 75 വയസ്സ്, ഇവരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയുടെ കുടുംബം തകരാൻ കാരണം സുധാകരന്റെ കുടുംബമാണ് എന്നതായിരുന്നു പ്രതിയുടെ സംശയം. ഇതാണ് പ്രതിയെ ഈ രണ്ടുപേരുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഇതിനൊരു മുൻകാല കുറ്റകൃത്യമുണ്ട്, ഒരു ചരിത്രവും കൂടിയുണ്ട്. അത് മറ്റൊരു കൊലപാതകമാണ്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര തന്നെയാണ് പ്രതി. ചെന്താമരയെ കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ വർഷം കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ഈ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഈ കേസിലെ വിചാരണയ്ക്കിടെ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു ചെന്താമര. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് സുധാകരനെയും അമ്മയെയും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ഒരു ദിവസം രാവിലെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ജൂലൈ 13 ഈ മാസം 13 ചെന്താമര കുറ്റക്കാരനാണ് എന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് കണ്ടെത്തിയത്. പിന്നീട് ശിക്ഷാവിധി ജൂലൈ 15 മാറ്റി. അതിനുശേഷം ജൂലൈ 15 16 ഇതിന്റെ വിശദമായ വാദങ്ങൾ നടന്നു. അത് എന്ത് ശിക്ഷ നൽകണം എന്ന കാരണത്താലായിരുന്നു. തുടർന്ന് വാദങ്ങൾ നീണ്ടുപോയി. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എഴുതിക്കോളൂ എന്ന് ജഡ്ജിമാരെ തന്നെ കോടതിയിൽ വെല്ലുവിളിക്കുന്ന ചെന്താമരയെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. സൈക്കാട്രി റിപ്പോർട്ടുകൾ കൂടി കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പ്രതിക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ല എന്ന റിപ്പോർട്ട് കൂടി കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. നിങ്ങൾ നന്നാവില്ല എന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യവും നമ്മൾ അന്ന് കേട്ടതാണ്. ശ്യാം, അതെ, അതായത് ഒരാളുടെ പൂർവ്വകാല പശ്ചാത്തലം എന്ത് എന്നത് കോടതിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു പ്രശ്നമാണ്. അത് കോടതി പരിശോധിക്കാറുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മുൻപൊരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നയാൾ ജാമ്യത്തിലിറങ്ങുമ്പോഴാണ് മറ്റ് 2 കൊലപാതകങ്ങൾ, ഇരട്ട കൊലപാതകങ്ങൾ നടത്തുന്നത്. അതുമാത്രമല്ല, ആ കൊലപാതകം നടത്തിയതിൽ ഒരു കുറ്റബോധവും പ്രതി പിന്നീട് പ്രകടിപ്പിക്കുന്നതുമില്ല. അതായത് ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ്, അഥവാ ഹാബിച്വൽ ഒഫൻഡറാണ് എന്നതാണ് ഇതിലൂടെ കോടതി തന്നെ മനസ്സിലാക്കുന്നത്. ഈ വിധി പ്രസ്താവം കേൾക്കാൻ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ, 2 പെൺമക്കളും കോടതിയിലുണ്ട്. അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് വധശിക്ഷ നൽകണമെന്നതായിരുന്നു. കോടതി ഈ കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്താമരയുടെ പ്രായം പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കുമോ എന്ന കാര്യവും കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അഥവാ വധശിക്ഷ വിധിച്ചാൽ തന്നെ അത് ഹൈക്കോടതിയാണ് ആ വധശിക്ഷ ശരിവെക്കേണ്ടത്. അങ്ങനെ ഒരു നടപടിക്രമം കൂടിയുണ്ട്. അതല്ല,
വധശിക്ഷയല്ല ജീവപര്യന്തമാണ് എങ്കിൽ ആ ജീവപര്യന്തം ഹൈക്കോടതി ശരിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്വാഭാവികമായും പ്രതിഭാഗം അപ്പീൽ പോകും ഹൈക്കോടതിയിലേക്ക്. ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് സുപ്രീം കോടതിയിൽ അതങ്ങനെ അപ്പീലുമായി മുന്നോട്ട് പോകും. പക്ഷെ ഈ കേസിൽ ചെന്താമര എന്ന പ്രതിയെ ഏതെങ്കിലും ഒരു നിമിഷം അഥവാ ഇനി ജയിലിടിഞ്ഞു വീണാലും പുറത്തേക്ക് വരരുത് എന്നത് കോടതിയുടെ കൂടി ഒരു താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചെന്താമര കോടതി മുറിയിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ കൂടി വളരെ വലിയ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ്. പ്രതി യാതൊരുവിധ പശ്ചാത്താപവും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഈ കേസ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് വിധിയുണ്ടാകും. ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്.